ഹായ്. അപ്പോൾ ഇതിന് മുന്നേ ഒരു 3 വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. യൂണിറ്റ് 1 ഗ്രീൻ കെമിസ്ട്രി, അതായത് പ്രിൻസിപ്പിൾസ് ഓഫ് ഗ്രീൻ കെമിസ്ട്രി എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിലുള്ള ഒരു 3 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ആ യൂണിറ്റിൽ നമ്മൾ നീഡ് ആൻഡ് ഒറിജിൻ ഓഫ് ഗ്രീൻ കെമിസ്ട്രിയും കൺസെപ്റ്റ് ഓഫ് ആറ്റം എക്കണോമി, പ്രിൻസിപ്പിൾസ് ഓഫ് ഗ്രീൻ കെമിസ്ട്രി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസൊക്കെ ഒന്ന് കാണുക. മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ഇനി നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് 2ാമത്തെ യൂണിറ്റാണ്. 2ാമത്തെ യൂണിറ്റിലെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, ടൂൾസ് ഓഫ് ഗ്രീൻ കെമിസ്ട്രി. ഈ ഒരു യൂണിറ്റിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് യൂസ് ഓഫ് ആൾട്ടർനേറ്റീവ്സ്, ഫീഡ് സ്റ്റോക്ക്, സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ, ദെൻ റിയേജൻസ്, സോൾവെൻറ്റ്സ്, then product target molecules, catalysis and process analytical chemistry. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു മിനിറ്റ്. യെസ്, we have studied the importance of need for green chemistry and its 12 principles in unit 1 അല്ലേ, നമ്മൾ നോക്കിയ കാര്യമാണത്. ഇനി നോക്കൂ, since we have become very cautious about human health and environmental pollution over the last few decades, it will be worthwhile to use the tools of green chemistry while planning the synthesis. അപ്പോൾ നമ്മൾ കുറച്ച് ടൂൾസ്, ഗ്രീൻ കെമിസ്ട്രിയുടെ കുറച്ച് ടൂൾസ് മനസ്സിലാക്കേണ്ടതുണ്ട് വൈൽ പ്ലാനിങ് ദ സിന്തസിസ്. എന്തെങ്കിലും ഒരു കെമിക്കൽ റിയാക്ഷൻ നമ്മൾ പ്ലാൻ ചെയ്യുകയാണ്, ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ആ സിന്തസിസിൽ ചില കാര്യങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട്. അത് നോട്ട് ചെയ്ത് വെക്കണം, അത് നമ്മൾ എൻഷുർ ചെയ്യണം എന്നാണ് പറയുന്നത്. അതെന്തൊക്കെയാണെന്നാണ് നോക്കുക. വൺസ് വി ഹാവ് ഡിസൈഡഡ് ടു മേക്ക് എ മോളിക്യൂൾ, വി ക്യാൻ എക്സ്പ്ലോർ വേരിയസ് സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽസ്, ഡിഫറെൻറ്റ് പ്രോസസ്സസ്, ഡിഫറെൻറ്റ് റിയേജൻസ് ആൻഡ് റിയാക്ഷൻ കണ്ടീഷൻസ്, ഇൻക്ലൂഡിംഗ് ദ വെറൈറ്റി ഓഫ് കാറ്റലിസ്റ്റ് that can give us the desired product. ഒരു മോളിക്യൂൾ ഉണ്ടാക്കണമെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ യൂസ് ചെയ്യാം. അതിന് കുറേ പ്രോസസ്സ് ഉണ്ടാവും, വേരിയസ് പ്രോസസ്സസ് മനസ്സിലാക്കാൻ പറ്റും, കുറേ റിയേജൻസ് യൂസ് ചെയ്യാം. അങ്ങനെ നമുക്ക് പല രീതിയിൽ പല റിയാക്ഷൻ കണ്ടീഷൻസിൽ എല്ലാം ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. വി ക്യാൻ ദെൻ വെയ്റ്റ് ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ആൻഡ് സെലക്ട് ദ വൺ ദാറ്റ് ഇസ് നോട്ട് ഹാംഫുൾ ഫോർ ഹ്യൂമൻ ആൻഡ് ടു ദ എൻവയോൺമെൻറ്റ്. അപ്പോൾ പല രീതിയിലുള്ള മെറ്റീരിയൽസ് ഏതൊക്കെയാണ് അവൈലബിൾ അതെല്ലാം നമുക്ക് നോക്കി വെക്കാം, ഏതൊക്കെ പ്രോസസ്സിലൂടെ കണ്ടുപിടിക്കാം എന്ന് നോക്കാം. എന്നിട്ട് ഏതാണോ ഹാംഫുൾ അല്ലാത്തത്, പരിസ്ഥിതിക്കും ഹ്യൂമൻ ഹെൽത്തിനും ഒട്ടും ഹാംഫുൾ അല്ലാത്തതായിട്ടുള്ളത് ഏതാണ്, അത് വെച്ചിട്ട് വേണം നമുക്ക് കണ്ടുപിടിക്കാൻ. അപ്പം അങ്ങനെ നമുക്ക് എന്താ, ഗ്രീൻ കെമിസ്ട്രി നമുക്ക് ഒരു റൈറ്റ് പാത്ത് കണ്ടുപിടിക്കാൻ സഹായിക്കും. ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാനായിട്ടുള്ള റൈറ്റ് പാത്ത് കണ്ടുപിടിക്കാനായിട്ട് ചില ടൂൾസ് നമ്മൾ നോക്കി വെക്കണം എന്നാണ് ഇതിൽ പറയുന്നത്. സോ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വി ക്യാൻ എക്സ്പ്ലെയിൻ ദ വേരിയസ് ടൂൾസ് ഓഫ് ഗ്രീൻ കെമിസ്ട്രി ആൻഡ് ദ പർപ്പസ് ഓഫ് യൂസിങ് ദീസ് ടൂൾസ്, ഇതെല്ലാം മനസ്സിലാക്കാനായിട്ട് പറ്റും. നമുക്ക് നോക്കാം. ഞാൻ എൻ്റെ ഈ ഒരു എക്സ്പ്ലനേഷൻ, ഞാനും ഇപ്പോൾ പ്രസൻ്റ്ലി IGNOU സ്റ്റുഡൻ്റാണ്. അപ്പോൾ ഇത് വായിക്കുന്ന സമയത്ത് നമുക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് വായിക്കാൻ ബുദ്ധിമുട്ടായവർക്കാണ് ഈ വീഡിയോ യൂസ്ഫുൾ ആവുക. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്ത ശേഷം ഞാൻ ഈ പറയുന്നത് കേട്ട് നിങ്ങളും കൂടെ വായിച്ചു പോവുകയാണെങ്കിൽ ഇത് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആവും. ഓക്കെ, അപ്പോൾ ഞാൻ എല്ലാം അറിഞ്ഞിട്ടല്ല നമ്മൾ ഈ ക്ലാസ് എടുക്കുന്നത്. ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുകയാണെങ്കിൽ അതൊന്ന് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനൊരു മെത്തേഡ് ഞാൻ ചൂസ് ചെയ്തത്. Okay, first, use of alternatives. The desired product may have a characteristic set of properties. Keeping the target molecule the same because of its desired properties and usage, we may choose from a variety of tools of green chemistry so that the environment is not harmed and the human health is not affected. നമുക്കൊരു സെറ്റ് ഓഫ് പ്രോപ്പർട്ടീസ് ആവശ്യമായിട്ടുള്ള സെറ്റ് ഓഫ് പ്രോപ്പർട്ടീസ് ഉള്ള ഒരു പ്രോഡക്റ്റ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുകയാണ്. അതായത് ഒരു പ്രോഡക്റ്റ് നമുക്ക് വേണമെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിസൈഡ് പ്രോഡക്റ്റ് കിട്ടാനായിട്ട്, ആ ടാർജറ്റ് മോളിക്യൂൾ നമുക്ക് കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചൂസ് ചെയ്യണം? വി ഹാവ് ടു ചൂസ് ദ വെറൈറ്റി ഓഫ് ടൂൾസ് ടു ഫൈൻഡ് ഔട്ട് എ ബെറ്റർ പാത്ത്. ഒരു ബെറ്റർ പാത്ത് നമ്മൾ കണ്ടുപിടിക്കണം. ഏത് രീതിയിൽ, ഏത് വഴിയിലൂടെ നമുക്ക് ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റും, അത് ഏത് രീതിയിൽ ചെയ്യുമ്പോഴാണ് എൻവയോൺമെൻറ്റിനെ ഹാംഫുൾ അല്ലാത്ത രീതിയിലും ഹ്യൂമൻ ഹെൽത്തിനെ അഫക്റ്റ് ആവാത്ത രീതിയിലും ചെയ്യാനായി പറ്റും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
Thus, different routes may be designed for the synthesis of a particular compound. ഇപ്പോൾ ഒരു കോമ്പൗണ്ട് ഉണ്ടാക്കാൻ തന്നെ പല രീതിയിലുള്ള സ്റ്റെപ്സ് നമ്മൾ എടുക്കേണ്ട ആവശ്യം വരും. ദിസ് മേ ഇൻവോൾവ് ചേഞ്ചസ് ഇൻ ദ ഫീഡ് സ്റ്റോക്ക്, ആൾട്ടർനേറ്റീവ് റിയേജൻസ്, ആൾട്ടർനേറ്റീവ് സോൾവെൻറ്റ്സ് എക്സെട്ര. അത് ചിലപ്പോൾ ആ ചൂസ് ചെയ്യുന്ന പാത്ത് ചിലപ്പോൾ നമ്മുടെ ഫീഡ് സ്റ്റോക്കിൽ ചേഞ്ചസ് വരുത്താം, ആൾട്ടർനേറ്റീവ് റിയേജൻസിൽ മാറ്റം വരുത്തേണ്ടി വരാം, അല്ലെങ്കിൽ ചില സോൾവെൻറ്റ്സ് എടുക്കേണ്ടത് മാറ്റം വരുത്തേണ്ടി വരാം. ഏത് രീതിയിൽ ചെയ്യുമ്പോഴാണ് എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആവുന്നത് അല്ലെങ്കിൽ ഹ്യൂമൻ ഹെൽത്തിനെ ബാധിക്കാത്ത രീതിയിലാവുന്നത് അതാണ് ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യമാണ് ഫീഡ് സ്റ്റോക്ക് അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽസ്. For a substance to be synthesized, the first and the most important step is to choose a proper starting material or the feedstock out of the available option. ഒരു മെറ്റീരിയൽ സിന്തസൈസ് ചെയ്യണമെങ്കിൽ, ഒരു സബ്സ്റ്റൻസ് സിന്തസൈസ് ചെയ്യണമെങ്കിൽ അതിന് ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ്, ഫസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഈസ് ടു ചൂസ് എ പ്രോപ്പർ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ഓർ ദ ഫീഡ് സ്റ്റോക്ക് ഓഫ് ദ അവൈലബിൾ ഓപ്ഷൻ. നമുക്ക് ഏതാണോ മെറ്റീരിയൽ ഉണ്ടാക്കേണ്ടത് അതിന് ആവശ്യമായിട്ടുള്ള ഫീഡ് സ്റ്റോക്ക് അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ കണ്ടുപിടിക്കുക ഔട്ട് ഓഫ് ദി അവൈലബിൾ ഓപ്ഷനിൽ നിന്നും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതൊന്ന് കണ്ടുപിടിക്കേണ്ടതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ദ സെലക്ഷൻ ഓഫ് ഫീഡ് സ്റ്റോക്ക് ഫിക്സസ് എ സെൻറ്റർ പോയിന്റ് ബിക്കോസ് ഫ്രം ദിസ് വി ടേക്ക് ഫോർവേഡ് വേരിയസ് സ്റ്റെപ്സ് ഓഫ് സിന്തസിസ്. അപ്പോൾ ഈ സെലക്ഷൻ ഓഫ് ഫീഡ് സ്റ്റോക്ക് ഫിക്സസ് എ സെൻറ്റർ പോയിന്റ് ബിക്കോസ് അതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മുന്നോട്ട് പോകേണ്ട സ്റ്റെപ്സ് കണ്ടുപിടിക്കുന്നത്. ഹിയർ വി മേ എക്സ്പ്ലോർ മോർ അബൌട്ട് വേർ ഫ്രം ദിസ് ഫീഡ് സ്റ്റോക്ക് വിൽ ബി അവൈലബിൾ. Is there any hazard while it is transported to the reaction site, and whether it is harmless or not to the persons handling it. ഓക്കെ, അത് ഹാംലെസ് ഓർ നോട്ട് ടു ദ പേഴ്സൺസ് ഹാൻഡ്ലിങ് ഇറ്റ്. അതായത് ഈ നമ്മൾ ഒരു ഫീഡ് സ്റ്റോക്ക് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ കൂടുതൽ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഇത് ഹസാർഡസ് ആണോ, ഒരു ഭാഗത്തുനിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ഒരു റിയാക്ഷൻ സൈറ്റിലേക്ക് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഇത് കോസ് ചെയ്യുമോ, അതോ ഇത് ഹാംലെസ് ആണോ അല്ലയോ, ആർക്ക് ഇത് ഹാൻഡിൽ ചെയ്യുന്ന പേഴ്സൺസിന് ഹാംലെസ് ആണോ അല്ലയോ, ഇതൊക്കെ നമ്മൾ എൻഷുർ ചെയ്യേണ്ടതുണ്ട്. അവൈലബിലിറ്റി ഓഫ് ഫീഡ് സ്റ്റോക്ക് ആൻഡ് ഇറ്റ്സ് കോസ്റ്റ് ആർ ഓൾസോ ഇമ്പോർട്ടൻറ്റ് ഫോർ ഫാക്ടേഴ്സ്. ഈ ഫീഡ് സ്റ്റോക്കിൻ്റെ അവൈലബിലിറ്റിയും അതിൻ്റെ കോസ്റ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സാണ് വെൻ ഓപ്റ്റിംഗ് ഫോർ എ പെർട്ടിക്കുലർ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ. ഒരു സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ഓപ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫീഡ് സ്റ്റോക്കിൻ്റെ അവൈലബിലിറ്റിയും നമ്മൾ നോക്കണം, അതിൻ്റെ കോസ്റ്റും നോക്കണം. വി ക്യാൻ ഓൾസോ ചൂസ് ഓപ്ഷൻസ് ഫ്രം ഫ്രഷ് മെറ്റീരിയൽസ് ഓർ റീസൈക്കിൾഡ് വൺസ്. നമുക്ക് വേണമെങ്കിൽ ഒരു റീസൈക്കിൾഡ് ആയിട്ടുള്ള മെറ്റീരിയൽ എടുക്കാം, അല്ലെങ്കിൽ ഫ്രഷ് മെറ്റീരിയലിൽ നിന്ന് തന്നെ ഓപ്ഷൻസ് ഏതാണോ വേണ്ടത് അത് നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. Another important aspect for making the choice of feedstock is whether it is coming from a renewable source such as an agricultural or biological resource, or else it is a constituent obtained from petroleum, which is a non-renewable resource. വേറൊരു കാര്യം നമ്മൾ ഫീഡ് സ്റ്റോക്ക് സെലക്ട് ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, നമ്മൾ എൻഷുർ ചെയ്യണം ഇതൊരു റിന്യൂവബിൾ റിസോഴ്സ് നിന്നാണോ വരുന്നത്, ഒരു സോഴ്സ് റിന്യൂവബിൾ സോഴ്സ് വീണ്ടും പുനരുപയോഗിക്കാൻ പറ്റുന്ന സോഴ്സ് നിന്നാണോ വരുന്നത്, സച്ച് ആസ് ആൻ അഗ്രികൾച്ചറൽ ഓർ ബയോളജിക്കൽ റിസോഴ്സ്, ഓർ എൽസ് ഇറ്റ് ഇസ് എ കോൺസ്റ്റന്റ് ഒബ്റ്റെയിൻ ഫ്രം പെട്രോളിയം വിച്ച് ഇസ് എ നോൺ റിന്യൂവബിൾ റിസോഴ്സ്. ഈ എടുക്കുന്ന ഫീഡ് സ്റ്റോക്ക്, ഈ ഒരു എടുക്കുന്ന സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ഒരു റിന്യൂവബിൾ സോഴ്സ് നിന്നാണോ വരുന്നത്, അതോ നോൺ റിന്യൂവബിൾ സോഴ്സസ് ലൈക്ക് പെട്രോളിയം പ്രോഡക്ട്സ് നിന്നാണോ വരുന്നത് എന്നുള്ളത് കൂടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമുക്ക് ചൂസ് ചെയ്യുമ്പോൾ ഈ ഒരു ടൂള് നമ്മൾ നോക്കി കാണണം. ഫീഡ് സ്റ്റോക്കിൻ്റെ അവൈലബിലിറ്റി, അതിൻ്റെ കോസ്റ്റ്, അത് ഹസാർഡസ് ആണോ ഹാംലെസ് ആണോ അല്ലയോ, പിന്നെ അത് എന്താണ് ആ മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് റിന്യൂവബിളിൽ നിന്നാണോ എടുക്കുന്നത്, നോൺ റിന്യൂവബിളിൽ നിന്നാണോ എടുക്കുന്നതെന്നൊക്കെ നമ്മൾ നോക്കേണ്ടതുണ്ട്. Besides being a non-renewable resource, petroleum products require further oxidation steps in their processing. ഇപ്പോൾ പെട്രോളിയം പ്രൊഡക്ട്സ് ആണെങ്കിൽ അത് നോൺ റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് കൂടാതെ അതിനെന്താണ് ഫർദർ ഓക്സിഡേഷൻ സ്റ്റെപ്സ് ഉണ്ടാവും. അതിൻ്റെ പ്രോസസ്സിങ്ങിൽ ഒരു ഓക്സിഡേഷൻ സ്റ്റെപ്പ് കൂടെ ഫർദർ ഉണ്ടാവും. ദീസ് പ്രോസസ്സസ് കോസ് എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ. ഈ ഓക്സിഡേഷൻ സ്റ്റെപ്പ് ചിലപ്പോൾ എൻവയോൺമെൻറ്റൽ പൊല്യൂഷന് കാരണമാവും. In contrast to petroleum products, biological feedstock have constituents that are already highly oxygenated. ഇനി പെട്രോളിയം പ്രോഡക്ട്സ് അല്ലാതെ ഇപ്പോൾ നമ്മൾ ബയോളജിക്കൽ ഫീഡ് സ്റ്റോക്ക് ആണ് നോക്കുന്നതെങ്കിൽ ദേ ഹാവ് കോൺസ്റ്റിറ്റ്യുവൻസ് ദാറ്റ് ആർ ഓൾറെഡി ഹൈലി ഓക്സിജനേറ്റഡ്. ഓക്കെ, പെട്രോളിയം പ്രോഡക്ട്സ് ഓക്സിഡേഷൻ സ്റ്റെപ്സ് ഉണ്ടാവും അതിൻ്റെ പ്രോസസ്സിങ്ങിൽ. അതിനെന്താണ് ആ ഓക്സിഡേഷൻ സ്റ്റെപ്സ് ഓൾറെഡി ഇറ്റ് വിൽ കോസ് എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ. എന്നാൽ ബയോളജിക്കൽ ഫീഡ് സ്റ്റോക്സ്
have constituents that are already highly oxygenated. The processes involving this oxygenated feedstock causes lesser pollution in the environment. അപ്പോൾ ബയോളജിക്കൽ ഫീഡ്സ്റ്റോക്ക് ആണെന്നുണ്ടെങ്കിൽ അതിൽ എൻവയോൺമെൻറ്റിൽ അത്രത്തോളം ബാധിക്കുന്നില്ല, എൻവയോൺമെൻറ്റിന് നെഗറ്റീവായിട്ട് ബാധിക്കുന്നില്ല. Thus, we should prefer agricultural waste or biomass and non-food bioproducts as alternative feedstock. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പ്രിഫർ ചെയ്യേണ്ടത് അഗ്രികൾച്ചറൽ വേസ്റ്റ് ഓർ ബയോമാസ് ആൻഡ് നോൺ ഫുഡ് ബയോ പ്രോഡക്ട്സ് ആസ് ദ ആൾട്ടർനേറ്റീവ് ഫീഡ് സ്റ്റോക്ക്. അപ്പോൾ ഫീഡ് സ്റ്റോക്കിന് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് ബയോളജിക്കലായിട്ടുള്ള അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ വേസ്റ്റോ അതാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അടുത്തത്, വേരിയസ് പ്രോസസ്സസ് ഹാവ് ബീൻ ഡെവലപ്ഡ് ഇൻ വിച്ച് വേസ്റ്റ് മെറ്റീരിയൽ കോൺസ്റ്റിറ്റ്യൂട്ട്സ് അഗ്രികൾച്ചറൽ ഫീഡ് സ്റ്റോക്ക്. An example is potato waste leading to a fermentable sugar and then lactate ester to finally give acrylic acid and peracid ester. Similarly, another method of processing waste may yield anthraquinone via lignin. Several other products are being obtained from corn, molasses, and soya, etc., to give a large variety of other products. See, various processes have been developed in which waste material constitutes as agricultural feedstock. For example, പറയുകയാണെങ്കിൽ പൊട്ടാറ്റോ വേസ്റ്റ് ലീഡിങ് ടു ഫെർമെൻറ്റബിൾ ഷുഗർ ഫെർമെൻറ്റേഷൻ ആവുന്ന ഒരു ഷുഗറായിട്ട് മാറാം, അതിൽ നിന്നും കിട്ടും അത്. ആൻഡ് ദെൻ ലാക്റ്റേറ്റ് എസ്റ്റേഴ്സ്, അത് പിന്നീട് ലാക്റ്റേറ്റ് എസ്റ്റർ ആവും ടു ഫൈനലി ഗിവ് അക്രിലിക് ആസിഡ് ആൻഡ് പാരാസിഡ് എസ്റ്റേഴ്സ്. അതേപോലെ അനദർ മെത്തേഡ് ഓഫ് പ്രോസസ്സിംഗ് വേസ്റ്റ് മേ ഈൽഡ്, വേറെ പ്രോസസ്സിംഗ് മെത്തേഡ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ആന്ത്രാക്വിനോൺ വിയ ലിഗ്നിൻ. Then several other products are being obtained from corn, molasses and soya. അപ്പോൾ corn, molasses and soya അതിൽ നിന്നൊക്കെ കുറച്ച് വേസ്റ്റ് പ്രൊഡക്ട്സിൽ നിന്നും വേറെ മെറ്റീരിയൽസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വെറൈറ്റി ഓഫ് പ്രോഡക്ട്സ് കിട്ടാറുണ്ട്. ദിസ് ബയോളജിക്കൽ ഫീഡ്സ്റ്റോക്ക് ക്യാൻ ബി കൺവേർട്ടഡ് യൂസിങ് എ വെറൈറ്റി ഓഫ് പ്രോസസ്സസ് and catalysts to products ranging from benzene, toluene, phenolic compounds, butadiene, sorbitol, gluconic acid, furan, etc. So this biological feedstock can be converted using a variety of processes and catalysts to products ranging from benzene, toluene, phenolic compounds, butadiene, sorbitol, gluconic acid, furan, etc. അപ്പോൾ ഈ പറയുന്ന ബയോളജിക്കൽ ഫീഡ് സ്റ്റോക്ക് ക്യാൻ ബി കൺവേർട്ടഡ്. ഇതിനെ കൺവേർട്ട് ചെയ്യുന്നത് ഏതൊക്കെ രീതിയിലാണ്? കുറേ പ്രോസസ്സിലൂടെയും ചില കാറ്റലിസ്റ്റിലൂടെയും യൂസ് ചെയ്തിട്ടാണ് കാറ്റലിസ്റ്റ് ടു പ്രോഡക്ട്സ് ഇതെല്ലാം വെറൈറ്റി പ്രോസസ്സിലും കാറ്റലിസ്റ്റൊക്കെ യൂസ് ചെയ്ത് അതിൻ്റെ പ്രോഡക്ട്സിലേക്ക് മാറ്റാനാക്കി പറ്റും. റേഞ്ചിങ് ഫ്രം ബെൻസീൻ, ടൊലുവിൻ, പിന്നെന്താ ഫിനോളിക് കോമ്പൗണ്ട്സ്, ബ്യൂട്ടാഡൈൻ, സോർബിറ്റോൾ, ഗ്ലൂക്കോണിക് ആസിഡ്, ഫ്യൂറാൻ, എക്സെട്ര. ഇനി അടുത്തൊരു ടൂളാണ് ആൾട്ടർനേറ്റീവ് റിയേജൻസ്. ഇനി ആഫ്റ്റർ ഫിക്സിംഗ് ദ മെറ്റീരിയൽ ഓഫ് ഫീഡ് സ്റ്റോക്ക്, ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ടു ചൂസ് എ റിയേജൻ ദാറ്റ് ഈസ് ഈസിലി അവൈലബിൾ, കോസ്റ്റ് എഫക്റ്റീവ് ആൻഡ് ക്യാരീസ് ഔട്ട് ഡിസൈർഡ് ട്രാൻസ്ഫോർമേഷൻ ടു ദ പ്രോഡക്റ്റ് ഇൻ ഗുഡ് ഈൽഡ്. അടുത്തത് ഫീഡ് സ്റ്റോക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പാണ് നമുക്ക് റിയേജൻറ്റ്. ചൂസ് എ റിയേജൻ, അത് ഈസിലി അവൈലബിൾ ആയിട്ടുള്ളതും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ളതും ആൻഡ് ക്യാരീസ് ഔട്ട് ഡിസൈർഡ് ട്രാൻസ്ഫോർമേഷൻ ടു ദ പ്രോഡക്റ്റ് ഇൻ ഗുഡ് ഈൽഡ്. നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റിന് നല്ല രീതിയിൽ നല്ലൊരു ഈൽഡ് കിട്ടാനും നല്ലൊരു മാറ്റം വരുത്താനാവുന്ന രീതിയിലുള്ള റിയേജൻറ്റ് നമുക്ക് ഉപയോഗിക്കേണ്ടതുണ്ട്. വി ക്യാൻ ഓൾസോ കമ്പയർ ദ അവൈലബിൾ റിയേജൻസ് ഫോർ എ പർട്ടിക്കുലർ ട്രാൻസ്ഫോർമേഷൻ ഫോർ their atom economies, toxicities or hazardous nature. അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിയേജൻസിനെ പരസ്പരം കമ്പയർ ചെയ്യാം. നമുക്ക് ആവശ്യമായിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ ഈ ഈൽഡിലും കിട്ടുമോ, പ്രോഡക്റ്റിന് കിട്ടുമോ, പിന്നെ അതിൻ്റെ ആറ്റം എക്കണോമീസ് എങ്ങനെയായിരിക്കും, ടോക്സിസിറ്റി എങ്ങനെയാണ്, ഹസാർഡസ് നേച്ചർ എങ്ങനെയാണ്, ഇതെല്ലാം അനലൈസ് ചെയ്തിട്ട് പ്രോപ്പറായിട്ടുള്ള ഒരു റിയേജൻറ്റ് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. We should also explore if the process can be done using a catalyst or without it. പിന്നെ ഒന്നുകൂടെ മനസ്സിലാക്കേണ്ടത് ഒന്നുകൂടെ നമ്മൾ എൻഷുർ ചെയ്യണം, ഇത് ഒരു കാറ്റലിസ്റ്റ് യൂസ് ചെയ്തിട്ടാണോ അതോ അല്ലയോ, അങ്ങനെയാണോ ഈ പ്രോസസ്സ് ചെയ്യേണ്ടത്, റിയേജൻസിനെ സെലക്ട് ചെയ്യേണ്ടതെന്ന് കൂടെ നോക്കണം. ആ റിയേജൻറ്റ് സെലക്ട് ചെയ്താൽ ആ പ്രോഡക്റ്റ് ആവുന്ന പ്രോസസ്സിന് ചിലപ്പോൾ കാറ്റലിസ്റ്റ് വേണോ വേണ്ടയോ എന്ന് കൂടെ നോക്കേണ്ടതുണ്ട്. Thus the best reagent which fulfills the above requirements is chosen so that the minimum waste is generated. അപ്പം ഇതെല്ലാം നോക്കിക്കണ്ടിട്ട് നമുക്കൊരു റിയേജൻറ്റ് സെലക്ട് ചെയ്യണം. ആ റിയേജൻറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റിക്വയർമെൻറ്റ്സിനെല്ലാം ഫുൾഫിൽ ചെയ്യുന്ന രീതിയിലുള്ള റിയേജൻറ്റ് സെലക്ട് ചെയ്യുക. ആ റിയേജൻറ്റ് സെലക്ട് ചെയ്യുമ്പോൾ മിനിമം വേസ്റ്റ് ഇസ് ജനറേറ്റഡ്. ഓക്കെ, ഇതാണ് ആൾട്ടർനേറ്റീവ് റിയേജൻറ്റ് എന്നതിനെ കൊണ്ട് പറയുന്നത്. ഇനി അടുത്തതാണ് സോൾവെൻറ്റ്.
Our design of synthesis should also accurately answer whether a particular reaction requires a solvent or not. അപ്പോൾ നമ്മളൊരു മെറ്റീരിയൽ സിന്തസൈസ് ചെയ്യുമ്പോൾ ആ സിന്തസൈസ് ചെയ്യുന്നതിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഡിസൈൻ, ആ ഡിസൈൻ അതായത് ആ പാത്ത് ഏത് മെറ്റീരിയൽ എടുക്കണം, ഏത് ഫിറ്റ് സ്റ്റോക്ക്, അതെല്ലാം പറയുന്ന ആ ഒരു ഡിസൈനിൽ അതിന് ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റണം. എന്ത്, വെദർ എ പെർട്ടിക്കുലർ റിയാക്ഷൻ റിക്വയർസ് എ സോൾവെൻറ്റ് ഓർ നോട്ട്. ഒരു പ്രത്യേക എന്താണ് റിയാക്ഷന് ഒരു സോൾവെൻറ്റ്, ഈ പറയുന്ന റിയാക്ഷന് അതിൽ ഇൻവോൾവ് ചെയ്ത റിയാക്ഷന് ഒരു സോൾവെൻറ്റ് വേണോ വേണ്ടയോ എന്ന്. ഓഫൺ ദീസ് സോൾവെൻറ്റ്സ് ആർ വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് ഓർ ക്ലോറോഫ്ലൂറോ ഹൈഡ്രോകാർബൺസ്. ഓക്കെ, ഈ സോൾവെൻറ്റ്സ് എന്തൊക്കെയാവാം? വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ്, VOC. ഓക്കെ, വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് ആവാം, അല്ലെങ്കിൽ ക്ലോറോഫ്ലൂറോ ഹൈഡ്രോകാർബൺസ് ആവാം. ജനറലി വി യൂസ് ക്ലോറോഫോം, ഈതർ ആൻഡ് ഈതൽ അസറ്റേറ്റ് ഇൻ ദ കെമിസ്ട്രി ലബോറട്ടറി ആസ് സോൾവെൻറ്റ്സ്. അപ്പോൾ യൂഷ്വലി ലബോറട്ടറീസിൽ ക്ലോറോഫോമും ഈതറും ഈതൽ അസറ്റേറ്റും ഒക്കെയാണ് സോൾവെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. VOCs കൂടുതലും ഇൻഡസ്ട്രിയൽ സോൾവെൻ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സച്ച് ആസ് ട്രൈക്ലോറോ എത്തിലിൻ, fuel oxygenates such as methyl terbutyl ether, or byproducts produced such as chloroform. VOCs are often components of petroleum fuels, hydraulic fluids, paint thinners and dry cleaning agent. So VOCs എന്താ ഇൻഡസ്ട്രിയൽ സോൾവെൻറ്റ്സ് ആണ്. VOCന് എക്സാമ്പിൾ ആണ് എന്ത്, trichloroethylene. In that fuel oxygenates such as methyl tertiary butyl ether, or byproducts produced such as chloroform. VOCs are often components of VOCs എന്താ പെട്രോളിയം ഫ്യൂവൽസിൻ്റെ ഹൈഡ്രോളിക് ഫ്ലൂയിഡ്സ്, പെയിൻറ്റ് തിന്നേഴ്സ്, അതിലെല്ലാം ഈ VOCs ഉണ്ടാവും. ഡ്രൈ ക്ലീനിങ് ഏജൻറ്റ്സ് അങ്ങനെ. അപ്പോൾ VOCs ആർ എമിറ്റഡ് ആസ് ഗ്യാസസ് ഫ്രം സർട്ടൈൻ സോളിഡ്സ് ഓർ ലിക്വിഡ്സ്. ചിലപ്പോൾ VOCs എന്താ വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് ഗ്യാസ് ആയിട്ട് എമിറ്റ് ചെയ്യും ചില സോളിഡിൽ ഓർ ലിക്വിഡിൽ നിന്ന്. VOCs are emitted by a wide array of products such as paints and lacquers, paint strippers, cleaning supplies, പെസ്റ്റിസൈഡ്സ്, ബിൽഡിംഗ് മെറ്റീരിയൽസ്, ഫർണിഷിങ്സ്, ഓഫീസ് എക്യുപ്മെൻറ്റ്, ഇങ്ങനെ പലതരത്തിലുള്ള മെറ്റീരിയലിൽ നിന്നും ചിലപ്പോൾ VOCs എമിറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, ഓഫീസ് എക്യുപ്മെൻറ്റ്സ് ലൈക്ക് കോപ്പീസ്, പ്രിൻറ്റേഴ്സ് എന്നെല്ലാം വരാറുണ്ട്, കറക്ഷൻ ഫ്ലൂയിഡ്സ് എക്സെട്ര. ഗ്രാഫിക്സ് ആൻഡ് ക്രാഫ്റ്റ് മെറ്റീരിയൽസ് ഇൻക്ലൂഡിംഗ് ഗ്ലൂസ്, അഡ്ഹസീവ്സ്, പെർമനൻറ്റ് മാർക്കേഴ്സ്, ഫോട്ടോഗ്രാഫിക് സൊല്യൂഷൻ, ഇതിൽ നിന്നൊക്കെ വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് എമിറ്റ് ചെയ്യാറുണ്ട്. അതാണ് നമ്മളിപ്പോൾ പറയാറുണ്ടല്ലോ, എന്താ ചിലപ്പോൾ നമ്മൾ പശ, പിന്നെന്താണ് പെർമനൻറ്റ് മാർക്കർ, അതൊന്നും നമ്മൾ സ്മെല്ല് ചെയ്യരുത് എന്ന് പറയാറുണ്ട്. കാരണം അവിടെ നിന്ന് വരുന്നത് വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് ഗ്യാസ് ആയിട്ട് എമിറ്റ് ചെയ്യുകയാണ്. ദ കോൺസെൻട്രേഷൻ ഓഫ് മെനി VOCs ആർ ജനറലി ഹയർ ഇൻഡോസ്, അപ് ടു 10 times higher than outdoors. Okay, VOCs are generally higher indoors than outdoors. Both these type of solvents have been known to cause environmental hazards. അപ്പോൾ ഇത് രണ്ടും എന്താണ്, രണ്ട് രീതിയിലുള്ള ഏത് ഈ പറയുന്ന ടൈപ്സ് ഹയർ ഇൻഡോസ് ഓർ ദാൻ 1 minute. The concentration of many VOCs are generally higher indoors, up to 10 times higher than the outdoors. And both these type of solvents have been known to cause environmental hazards. ഏത് ടൈപ്പ് ആണെങ്കിലും ഈ VOCs എന്താണ് എൻവയോൺമെൻറ്റൽ ഹസാർഡ്സിന് കാരണമാവും. The VOCs can cause smog. VOCs എന്താ സ്മോഗ് ക്രിയേറ്റ് ചെയ്യാൻ കാരണമാവും. whereas CFC എന്ത് ചെയ്യും, ഇത് ഡാമേജ് the ozone layer. Alternative solvent systems such as aqueous medium, ionic liquids, immobilized solvents, dendrimers, and supercritical fluids such as carbon dioxide and ethane are being tried as not pollute the environment and damage the human health, which was with the case with traditional solvents. അപ്പോൾ VOCs, CFCs അതിന് പകരം വേറെ സോൾവെൻസും യൂസ് ചെയ്യാനായിട്ട് ആൾട്ടർനേറ്റീവ് സോൾവെന്റ് സിസ്റ്റം യൂസ് ചെയ്യാം. ഓക്കെ, does not pollute the environment and damage the human health, which was with the case with traditional solvents. ഓക്കെ, രണ്ട് എക്സാമ്പിൾ VOCsന് രണ്ട് എക്സാമ്പിൾ പറയാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ട്രൈക്ലോറോ എത്തിലിനും പിന്നെന്താണ് മീഥൈൽ ടെർഷ്യറി ബ്യൂട്ടൽ ഈതറും എക്സാമ്പിളായി പറയാം. വാട്ട് ഇസ് ദ ഇഫക്റ്റ് ഓഫ് CFCs ഓൺ ഓസോൺ ലെയർ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതിലെല്ലാം ആൻസേഴ്സ് ബാക്ക് സൈഡിൽ തന്നിട്ടുണ്ടാവും, അതിലൂടെ ഒന്ന് ഗോ ത്രൂ ചെയ്താൽ മതി. അടുത്തതാണ് പ്രോഡക്റ്റ് ടാർഗറ്റ് മോളിക്യൂൾസ്. ഓക്കെ, അടുത്തൊരു പോയിൻ്റാണ്
പ്രോഡക്റ്റ് ടാർജറ്റ് മോളിക്യൂൾസ് അടുത്തൊരു ടൂളാണ് പ്രോഡക്റ്റ് ടാർജറ്റ് മോളിക്യൂൾസ്, അതായത് പ്രോഡക്റ്റ്. ഫീഡ് സ്റ്റോക്കിനെ നമ്മൾ സ്റ്റാർട്ടിങ് മെറ്റീരിയൽ എന്ന് പറയുന്നു. പിന്നെ റിയേജൻസിനെ കുറിച്ച് പറഞ്ഞു, സോൾവെൻസ് എടുക്കേണ്ടതിനെ കുറിച്ച് പറഞ്ഞു. അടുത്ത് കഴിഞ്ഞാൽ പ്രോഡക്റ്റ് ആണ് ടാർജറ്റ് മോളിക്യൂൾ. വെനെവർ വി ഡിസൈർ ടു സിന്തസൈസ് എ പെർട്ടിക്കുലർ മോളിക്യൂൾ, we have definite purpose of doing so. This purpose may be related to its use as a dye, a drug, an agricultural chemical such as pesticide or fertilizer. നമുക്കൊരു മെറ്റീരിയൽ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും അതിനൊരു ഡെഫിനിറ്റ് പർപ്പസ് ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും നമ്മൾ ആ മെറ്റീരിയൽ ഉണ്ടാക്കുന്നത്. ദ സിന്തറ്റിക് ഓർഗാനിക് കെമിസ്റ്റ് ഹാവ് നൗ ഗുഡ് അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദ സ്ട്രക്ചർ, റിയാക്ടിവിറ്റി, റിലേഷൻഷിപ്പ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. ഒന്നുകൂടെ വായിക്കട്ടെ. ദ സിന്തറ്റിക് ഓർഗാനിക് കെമിസ്റ്റ് ഹാവ് നൗ ഗുഡ് അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദ സ്ട്രക്ചർ, റിയാക്ടിവിറ്റി, റിലേഷൻഷിപ്പ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. After synthesizing a variety of organic compounds with functional groups at definite positions in the molecule, one can correlate their activity with the specific structural unit. Similarly, the toxic or hazardous properties of the compounds can also be correlated with certain functional groups present at different special locations in the molecule. പെട്ടെന്ന് ഇങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. അപ്പോൾ നമ്മൾ 1-2 വട്ടം വായിക്കുക. ഓക്കെ. The synthetic organic chemist have now good ഓക്കെ സിന്തറ്റിക് മെറ്റീരിയൽ ഉണ്ടാക്കുന്ന ഓർഗാനിക് കെമിസ്റ്റിന് ഇപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ, റിയാക്ടിവിറ്റി, റിലേഷൻഷിപ്പ് ഓഫ് ദ ഓർഗാനിക് കോമ്പൗണ്ട്സിനെ കുറിച്ചെല്ലാം നന്നായി മനസ്സിലാവും. അതിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ റിയാക്ടിവിറ്റി, അതിനെക്കുറിച്ച് സ്ട്രക്ചറും അതിൻ്റെ റിയാക്ടിവിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അതെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടാവും. ആഫ്റ്റർ സിന്തസൈസിങ് എ വെറൈറ്റി ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് വിത്ത് ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റ് ഡെഫിനിറ്റ് പൊസിഷൻ ഇൻ ദ മോളിക്യൂൾ. അപ്പോൾ ഒരു മോളിക്യൂളിൽ ഡെഫിനിറ്റ് പൊസിഷൻസിൽ കുറേ ഫങ്ഷണൽ ഗ്രൂപ്പ് ഉള്ള ഓർഗാനിക് കോമ്പൗണ്ട്സ് ഉണ്ടാക്കിയ ശേഷം വൺ ക്യാൻ കോറിലേറ്റ് ദെയർ ആക്ടിവിറ്റി വിത്ത് എ സ്പെസിഫിക് സ്ട്രക്ചറൽ യൂണിറ്റ്. അപ്പോൾ ഒരു കോമ്പൗണ്ടിനെ വേറൊരു മോളിക്യൂളായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ, കോറിലേറ്റ് ചെയ്യാനൊക്കെ പറ്റും. Similarly, the toxic or hazardous properties of the compounds can also be correlated with certain functional groups present at different special locations in the molecule. അപ്പോൾ ചില സ്പെസിഫിക് ലൊക്കേഷൻസിൽ ഏതെങ്കിലും ഫങ്ഷണൽ ഗ്രൂപ്പ് വരുമ്പോൾ അത് ഹസാഡസ് ആവുന്നുണ്ടോ ടോക്സിക് ആവുന്നുണ്ടോ എന്ന് കൂടെ നമുക്ക് കണക്ട് ചെയ്ത് മനസ്സിലാക്കാനായിട്ട് പറ്റും. So thus we can manipulate the structural features of a molecule to meet our desired requirement. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ മോളിക്യൂളിൻ്റെ സ്ട്രക്ചറൽ ഫീച്ചേഴ്സിനെ മാനിപ്പുലേറ്റ് ചെയ്യണം. സ്ട്രക്ചറൽ ഫീച്ചേഴ്സിനെ മാനിപ്പുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചില പൊസിഷനിൽ ചില ഫങ്ഷണൽ ഗ്രൂപ്പ് വരുമ്പോൾ ചിലപ്പോൾ അത് ടോക്സിക് ആവാം, ഹസാഡസ് ആവാം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഒരു പൊസിഷനിൽ ആ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് വരാതിരിക്കാനുള്ള സ്റ്റെപ്സ് നമ്മൾ എടുക്കണം. ഫോർ എക്സാമ്പിൾ, വി ക്യാൻ റീറ്റെയിൻ ദ ഫങ്ഷണൽ പ്രോപ്പർട്ടി ഓഫ് എ മോളിക്യൂൾ. നമുക്ക് ആ ഒരു മോളിക്യൂളിൻ്റെ ഫങ്ഷണൽ പ്രോപ്പർട്ടി നമുക്ക് തുടർന്ന് കൊണ്ടുപോകാം, അത് റീറ്റെയിൻ ചെയ്യാം. ദാറ്റ് ഈസ് ഇറ്റ്സ് ആക്ഷൻ as an antibiotic by retaining its structural features responsible for making it behave like that. ഇപ്പോൾ ഒരു ആൻറ്റിബയോട്ടിക് ആണെങ്കിൽ ആ ആൻറ്റിബയോട്ടിക് നേച്ചർ റീറ്റെയിൻ ചെയ്യും. അതിൻ്റെ സ്ട്രക്ചറൽ ഫീച്ചേഴ്സ് അതിന് ഏത് സ്ട്രക്ചർ ഇരിക്കുമ്പോഴാണ് അത് ആൻറ്റിബയോട്ടിക്കായിട്ട് ആക്ട് ചെയ്യുന്നത് അത് നമുക്ക് റീറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അറ്റ് ദ സെയിം ടൈം, പറഞ്ഞത് മനസ്സിലായെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം. ഇപ്പോൾ ഒരു മെറ്റീരിയൽ, ഒരു മോളിക്യൂൾ ആൻറ്റിബയോട്ടിക്കായിട്ടാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ സ്ട്രക്ചർ അതിന് ആ ഫങ്ഷൻ നിറവേറ്റാനായിട്ടുള്ള രീതിയിൽ റെസ്പോൺസിബിൾ ആണോ, ആ സ്ട്രക്ചറാണോ അതിൻ്റെ ആ ഒരു ആക്ഷൻ കണ്ടിന്യൂ ചെയ്യാൻ സഹായിക്കുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കി വെക്കുക. ഇനി അതേസമയം its toxicity, if present due to certain structural feature or functional group, can be reduced or removed by changing those features or functional group in the molecule. അതായത് ആ മോളിക്യൂളിൽ വേറെ ഏതെങ്കിലും ഒരു ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പ്രസൻസ് കാരണോ അല്ലെങ്കിൽ അതിൻ്റെ ലൊക്കേഷൻ പൊസിഷൻ, ഇപ്പോൾ ഏതെങ്കിലും കാർബൺ ചെയിനിൽ അറ്റാച്ച്ഡ് ആയിരിക്കുന്ന ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പൊസിഷൻ കാരണമോ അവിടെ ടോക്സിസിറ്റി ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ആ ഒരു പൊസിഷൻ, ആ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പിനെ റിമൂവ് ചെയ്യാനുള്ള പ്രോസസ്സ് കൂടെ നമ്മൾ കണ്ടെത്തണം. By this way, we have modified our desired product to exhibit properties desired for its particular use. അപ്പോൾ നമുക്ക് എന്തിൻ്റെ യൂസിനാണ് നമ്മൾ ആ മെറ്റീരിയൽ പ്രിപ്പയർ ചെയ്യുന്നത്, ആ യൂസ് നിർവഹിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏതൊക്കെ രീതിയിൽ ഉണ്ടാക്കാം അതൊക്കെ നമ്മൾ എൻഷുർ ചെയ്യണം. അറ്റ് ദ സെയിം ടൈം അത് ടോക്സിക് ആവാത്ത രീതിയിൽ കൂടെ നമുക്ക് പ്ലാൻ ചെയ്യണം. അപ്പം നമ്മൾ പ്ലാൻ ചെയ്യുന്ന മെത്തേഡ്, ആ ഡിസൈനിൽ ചില ഫങ്ഷണൽ ഗ്രൂപ്പിനെ ആഡ് ചെയ്യാനും ചില ടോക്സിക് ആയിട്ടുള്ള ഫങ്ഷണൽ ഗ്രൂപ്പിനെ റിമൂവ് ചെയ്യാനുള്ള പ്രോസസ്സ് കൂടെ കണ്ടുവെക്കണം എന്നാണ് പറയുന്നത്. സച്ച് സിന്തസിസ് ആർ വെരി ഇൻട്രസ്റ്റിംഗ് ആൻഡ് ചാലഞ്ചിങ്. അപ്പോൾ അത്
വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ടാസ്ക്കാണ്. കാരണം ഇന്ന ഫങ്ഷണൽ ഗ്രൂപ്പിനെ നമുക്ക് റിമൂവ് ചെയ്യണം, അത് ഈ ഒരു റിയാക്ഷനിൽ അതുമായിട്ട് കണക്ഷൻ വരാൻ പാടില്ല. ഈ ഓർത്തോ പാര നൈട്രോ എന്നൊക്കെ നമ്മൾ പറയും, ഓർത്തോ പാര മെറ്റ എന്ന പൊസിഷൻസ് ഒക്കെ പറയുന്നില്ലേ, അപ്പോൾ ചില പൊസിഷനിൽ വരാൻ പാടില്ല, അപ്പോൾ അവിടെ ഒരു തടസ്സം വെക്കണം. അങ്ങനെയൊക്കെ ചെയ്യുന്നത് തന്നെ ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ എൻഷുർ ചെയ്യണം വൈൽ സിന്തസിസിങ് ആൻഡ് മെറ്റീരിയൽ എന്ന് പറയുന്നു. അടുത്തൊരു പോയിന്റ്, അടുത്തൊരു ടൂൾ ശ്രദ്ധിക്കേണ്ടത് catalysis and process analytical chemistry. Catalysis and process analytical chemistry. The use of catalyst improves the efficiency of the reaction by giving the desired product in good yield. നമുക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ നല്ലൊരു ക്വാളിറ്റിയിൽ നല്ലൊരു yield കിട്ടുന്നത് പോലെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആ റിയാക്ഷൻ്റെ എഫിഷ്യൻസി കൂട്ടാനാണ് കാറ്റലിസ്റ്റ് യൂസ് ചെയ്യുന്നത്. ആസ് യു നോ, catalytic processes provide an alternative route for a reaction and lower the activation energy of the reaction. കാറ്റലിറ്റിക് പ്രോസസ്സിൽ എന്തുണ്ട്, കാറ്റലിസ്റ്റിൻ്റെ റോൾ എന്താണ്, അതൊരു ബെറ്റർ റൂട്ട് അറേഞ്ച് ചെയ്ത് തരും. അതിൽ ആക്ടിവേഷൻ എനർജി കുറവായിരിക്കും. ഓക്കെ, ആക്ടിവേഷൻ എനർജി കുറവായിരിക്കും. അപ്പോൾ പെട്ടെന്ന് റിയാക്ഷൻ നടക്കുന്നതും പെട്ടെന്ന് അത് കംപ്ലീറ്റ് ചെയ്യാനും നമുക്ക് പറ്റുന്ന രീതിയിലുള്ള റൂട്ടായിരിക്കും സെലക്ട് ചെയ്യുക. ദിസ് അൾട്ടിമേറ്റ്ലി റെഡ്യൂസസ് ദ എനർജി റിക്വയർമെൻറ്റ്സ് ഇൻ ടേംസ് ഓഫ് ഹീറ്റിംഗ്. അപ്പോൾ എന്താവും, അങ്ങനെ ഒരു പ്രോസസ്സ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഈ ഹീറ്റ് ചെയ്യുന്നതിൻ്റെ ഉള്ള എനർജി റിക്വയർമെൻറ്റ്സ് എല്ലാം കുറയ്ക്കും. ഒരു റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഹീറ്റിംഗ് വേണമെന്നുണ്ടെങ്കിൽ സപ്പോസ് ഈ കാറ്റലിസ്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഹീറ്റിങ്ങിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. അറ്റ് ടൈംസ് ന്യൂ കാറ്റലിസ്റ്റ് ക്യാൻ ലീഡ് ടു ദ റിഡക്ഷൻ ഓഫ് ദ ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് റിയേജൻസ് യൂസ്ഡ് ഇൻ സ്റ്റോഷിയോമെട്രിക് റിയാക്ഷൻ. അപ്പോൾ ചിലപ്പോൾ നമ്മൾ റിയേജൻസ് ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഈ കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ ചിലപ്പോൾ ആവശ്യം വരണം എന്നില്ല. The use of catalyst thus saves the cost and also offer a cleaner way of performing reactions in the laboratories as well as in the industries. അപ്പോൾ നമ്മൾ കാറ്റലിസ്റ്റ് യൂസ് ചെയ്യുന്നതിന് കൊണ്ട് നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ട്? ഇറ്റ് സേവ്സ് ദ കോസ്റ്റ് സേവ് ചെയ്യുന്നുണ്ട് അല്ലേ, നമുക്ക് ചിലവാക്കേണ്ടതിൻ്റെ എമൗണ്ട് കുറയ്ക്കുന്നുണ്ട്, എക്സ്ട്രാ റിയേജൻസ് ആഡ് ചെയ്യേണ്ട, ഹീറ്റ് ചെയ്യുന്നതിൻ്റെ എമൗണ്ട് കുറയ്ക്കാം, അങ്ങനെ എനർജി സേവ് ചെയ്യാം, ഒരു ക്ലീനർ വേ ഓഫ് പെർഫോമിങ് റിയാക്ഷൻസ് ഓപ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ദ പൊല്യൂഷൻ ലോഡ് ഇസ് ദസ് റെഡ്യൂസ്ഡ്. അപ്പോൾ പൊല്യൂഷൻ്റെ എമൗണ്ട് കുറയും. Many transition metal based catalysts are being used for various processes, but one has to really assess their toxic nature and environmental pollution caused by them. അപ്പോൾ ട്രാൻസിഷൻ മെറ്റലാണ് കൂടുതലായിട്ട് കാറ്റലിസ്റ്റായിട്ട് വേരിയസ് പ്രോസസ്സിൽ യൂസ് ചെയ്യുന്നത്. സോ വൺ ഹാസ് ടു റിയലി അസസ് ദെയർ ടോക്സിക് നേച്ചർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ബിഫോർ യൂസിങ് അത് ടോക്സിക് നേച്ചർ കാണിക്കുമോ, അത് എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ കാരണമാവോ എന്നതുകൂടെ നോക്കി കാണേണ്ടതുണ്ട്. പ്രോസസ് അനലിറ്റിക്കൽ കെമിസ്ട്രി ഇൻവോൾവ്സ്, അടുത്തത് കാറ്റലിസ്റ്റ് കഴിഞ്ഞു, കാറ്റലിസിസ് കഴിഞ്ഞു, അടുത്തതാണ് പ്രോസസ് അനലിറ്റിക്കൽ കെമിസ്ട്രി. ദാറ്റ് ഇൻവോൾവ്സ് ദ റിയൽ ടൈം മെഷർമെൻറ്റ് ഓഫ് ദ റിയാക്ഷൻ കണ്ടീഷൻ വൈൽ ദ റിയാക്ഷൻ ഈസ് ഇൻ പ്രോഗ്രസ് ആൻഡ് Process analytical chemistry involves the real-time measurement of the reaction conditions while the reaction is in progress and the ability to change the reaction on the basis of outcome of the analysis. അപ്പോൾ നമ്മൾ പ്രോസസ് അനലിറ്റിക്കൽ കെമിസ്ട്രിയിൽ എന്താ പറയുന്നത്, അത് നമ്മൾ റിയൽ ടൈം മെഷർമെൻ്റ് ആണ്. ആ റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ മെഷർ ചെയ്യുകയാണ്. വൈൽ ദ റിയാക്ഷൻ ഇസ് ഇൻ റിയാക്ഷൻ പ്രോഗ്രസ്സിൽ അതായത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ കണ്ടീഷൻസിൽ എന്തെങ്കിലും മാറ്റം വരുത്തണോ എന്നൊക്കെ നമ്മൾ നോക്കിക്കാണുക. സോ ദ എബിലിറ്റി ടു ചേഞ്ച് ദ റിയാക്ഷൻ ഓൺ ദ ബേസിസ് ഓഫ് ദ ഔട്ട്കം ഓഫ് ദ അനാലിസിസ്. അപ്പോൾ അനാലിസിസ് ചെയ്ത ശേഷം അതിൻ്റെ ഔട്ട്കമ്മിനനുസരിച്ച് നമുക്ക് എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ അത് മാറ്റം വരുത്താനായിട്ട് പറ്റും. For example, if a pollutant A is generated in small amounts in a reaction, but its amount increases by increasing temperature or pressure, then the reaction should immediately stop because the amount of A had become unacceptably high. ഓക്കെ, ഒരു എക്സാമ്പിൾ, ഇപ്പോൾ ഒരു പൊല്യൂട്ടൻ എ ആണ്. എ ജനറേറ്റ് ചെയ്യുന്നത് ഇൻ സ്മോൾ എമൗണ്ട്സ് ഇൻ എ റിയാക്ഷൻ. പക്ഷേ ടെമ്പറേച്ചർ കൂടുമ്പോഴും പ്രഷർ കൂടുമ്പോഴും അതിൻ്റെ എമൗണ്ട് കൂടിക്കൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ ദ റിയാക്ഷൻ ഷുഡ് ഇമീഡിയറ്റ്ലി സ്റ്റോപ്പ്. നമ്മൾ റിയാക്ഷൻ എന്ത് ചെയ്യണം, സ്റ്റോപ്പ് ചെയ്യണം. കാരണം എയുടെ എമൗണ്ട് കിട്ടുന്നത് വളരെ ഹൈ ആയിരിക്കാം. അപ്പോൾ ടെമ്പറേച്ചറും പ്രഷറും കൂടിക്കൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ചിലപ്പോൾ പൊല്യൂട്ടൻ്റ് എ ഇൻക്രീസ് ആയിക്കൊണ്ടേ ഇരിക്കാം. അപ്പോൾ നമുക്കത് റിയൽ ടൈമേ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഒബ്സർവ് ചെയ്തിട്ട് ആവശ്യമുള്ള റെമഡീസ് എടുക്കാം. പ്രോസസ് അനലിറ്റിക്കൽ കെമിസ്ട്രി ഈസ് യൂസ്ഫുൾ ഫോർ കോംപ്ലക്സ് ആൻഡ് ബയോടെക്നിക്കൽ പ്രോസസ്സസ്. അപ്പോൾ പ്രോസസ് അനലിറ്റിക്കൽ കെമിസ്ട്രിയും യൂസ്ഫുൾ ആണ് കോംപ്ലക്സ് ആയിട്ടുള്ള ബയോടെക്നിക്കൽ പ്രോസസ്സിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ ചെയ്യാനായിട്ടുള്ളതും. ഓക്കെ, അതൊക്കെയാണ് നമ്മൾ
സെക്കൻഡ് യൂണിറ്റിൽ ഇപ്പോൾ വായിക്കുന്നത് മനസ്സിലാക്കിയത്. ഇനി നോക്കൂ, ഡിഫറെൻറ്റ് റൂട്ട്സ് മേ ബി ഡിസൈൻ ഫോർ സിന്തസിസ് ഓഫ് എ പർട്ടിക്കുലർ കോമ്പൗണ്ട്. ദിസ് മേ ഇൻവോൾവ് ചേഞ്ചസ് ഇൻ ദ ഫീഡ് സ്റ്റോക്ക്, ആൾട്ടർനേറ്റീവ് റിയേജൻസ്, ആൾട്ടർനേറ്റീവ് സോൾവെൻറ്റ്സ് മനസ്സിലാക്കുക. വി ഷുഡ് പ്രിഫർ അഗ്രികൾച്ചറൽ വേസ്റ്റ് ഓർ ബയോമാസ് ഓർ ആൻഡ് നോൺ ഫുഡ് ബയോ പ്രൊഡക്ട്സ് ആസ് ആൾട്ടർനേറ്റീവ് ഫീഡ് സ്റ്റോക്ക്. അപ്പോൾ നോൺ റിന്യൂവബിളിൽ നിന്നും മാറ്റി റിന്യൂവബിൾ ആയിട്ടുള്ള അഗ്രികൾച്ചറൽ വേസ്റ്റോ ബയോമാസോ അല്ലെങ്കിൽ നോൺ ഫുഡ് ബയോ പ്രൊഡക്ട്സ് ഒക്കെ ആൾട്ടർനേറ്റീവ് ഫീഡ് സ്റ്റോക്ക് ആയിട്ട് യൂസ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇനി വിയോസിസ് ക്യാൻ കോസ് സ്മോഗ്. വിയോസിസ് എന്ത് സംഭവിക്കും? സ്മോഗ് ക്രിയേറ്റ് ചെയ്യും. CFC എന്ത് ചെയ്യും? ഇറ്റ് വിൽ ഡിപ്ലീറ്റ് ദ ഓസോൺ ലെയർ. അപ്പോൾ അതും കൂടെ മനസ്സിലാക്കണം. ദ ടോക്സിക് ഓർ ഹസാർഡസ് പ്രോപ്പർട്ടീസ് ഓഫ് കോമ്പൗണ്ട്സ് ക്യാൻ ഓൾസോ ബി കോറിലേറ്റഡ് വിത്ത് സർട്ടൈൻ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് പ്രസൻറ്റ് ഇൻ അറ്റ് ഡിഫറെൻറ്റ് സ്പെഷ്യൽ ഒക്കേഷൻസ് എന്ന മോളിക്യൂൾ. അപ്പോൾ നമ്മുടെ ഒരു മോളിക്യൂളിലെ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പൊസിഷനിൽ മാറ്റം വന്നാൽ കൂടെ ചിലപ്പോൾ അതിൽ ടോക്സിക് നേച്ചറും ഹസാർഡസ് നേച്ചറും കാരണമാവാം എന്നാണ് പറയുന്നത്. വി ക്യാൻ മാനിപ്പുലേറ്റ് ദ സ്ട്രക്ചറൽ ഫീച്ചേഴ്സ് ഓഫ് എ മോളിക്യൂൾ ടു മീറ്റ് അവർ ഡെസൈർഡ് റിക്വയർമെൻറ്റ്സ്. അപ്പോൾ നമുക്ക് സ്ട്രക്ചറൽ ഫീച്ചേഴ്സ്, സ്ട്രക്ചറിൽ മാറ്റം വരുത്തിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു മോഡിഫിക്കേഷൻ വരുത്താനായിട്ടുള്ള പാത്വേസും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അത് ചെയ്യാമെന്നാണ് പറയുന്നത്. അടുത്തതാണ് കാറ്റലിറ്റിക് പ്രോസസ്സസ്. കാറ്റലിറ്റിക് പ്രോസസ്സസ് പ്രൊവൈഡ് ആൻ ആൾട്ടർനേറ്റീവ് റൂട്ട് ഫോർ എ റിയാക്ഷൻ ആൻഡ് ലോവർ ദ ആക്ടിവേഷൻ എനർജി ഓഫ് ദ റിയാക്ഷൻ. റിയാക്ഷൻ്റെ ആക്ടിവേഷൻ എനർജി കുറയ്ക്കാനും പിന്നെ എന്താണ് റിയാക്ഷന് ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു റൂട്ട് പ്രൊവൈഡ് ചെയ്യണം കാറ്റലിസ്റ്റിനെ സഹായിക്കാൻ പറ്റും. ദിസ് അൾട്ടിമേറ്റ്ലി റെഡ്യൂസസ് ദ എനർജി റിക്വയർമെൻറ്റ്. ഇത് എനർജി റിക്വയർമെൻറ്റ് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഹീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഒരു റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഹീറ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല. ഓക്കെ, ഇനി അടുത്തതാണ് പ്രോസസ് അനലിറ്റിക്കൽ കെമിസ്ട്രി. ദാറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ കോംപ്ലക്സ് ആൻഡ് ബയോടെക്നിക്കൽ പ്രോസസ്സസ്. കാരണം ഇറ്റ് ഇൻവോൾവ്സ് ദ റിയൽ ടൈം മെഷർമെൻറ്റ് ഓഫ് ദ റിയാക്ഷൻ കണ്ടീഷൻ വൈൽ ദ റിയാക്ഷൻ ഈസ് ഇൻ പ്രോഗ്രസ്. അപ്പോൾ റിയാക്ഷൻ പ്രോഗ്രസ് ആയിരിക്കുന്ന സമയത്ത് റിയൽ ടൈമായിട്ട് ഒബ്സർവ് ചെയ്തിട്ട് എന്തൊക്കെ മാറ്റം വരുത്താൻ പറ്റും, അതിൻ്റെ ഔട്ട്കമ്മിനെ കണ്ട് അത് അനലൈസ് ചെയ്തിട്ട് ബേസിസ് ഓൺ ദ ഔട്ട്കം ഓഫ് അനാലിസിസ് വി ക്യാൻ മേക്ക് എ ചേഞ്ച്. ഓക്കെ, ഇത്രയാണ് സമ്മറി ആയിട്ട് പറയുന്നത്. ഇതിൽ തന്നെ ടെർമിനൽ ക്വസ്റ്റ്യനും SQ എന്ന് പറഞ്ഞിട്ട് സബ്ജക്റ്റ് ഉള്ളിൽ തന്നെയുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്. SAQ അല്ലെ, ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ ഇവിടെ തന്നിട്ടുണ്ട്. അതിൻ്റെ ആൻസേഴ്സും ടെക്സ്റ്റ് ബാക്കിൽ തന്നെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇഗ്നോൻ്റെ സൈറ്റിൽ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആയിരിക്കും. അത് ഡൗൺലോഡ് ചെയ്ത് അതിലെ ക്വസ്റ്റ്യൻസ് ഇതുമായിട്ട് താരതമ്യം ചെയ്ത് നമുക്ക് പഠിക്കാവുന്നതാണ്. അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും എന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പോൾ താങ്ക് യു. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സ്പീഡ് കൂടിയോ എന്നുള്ളത് എനിക്കറിയില്ല. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, താങ്ക് യു.